Hello viewers, welcome back to Malayalees channel. Realme two smartphones ഇറങ്ങിയിട്ടുണ്ട്. Realme X7 ഉം Realme X7 Pro ഉം. ഒരു മിഡ് സെഗ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ഫോൺസ് ആണ് രണ്ട് ഫോൺസും. നമുക്ക് ഈ രണ്ട് ഫോൺസിന്റെയും ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. പ്ലസ് ഓരോ ഫേസിൽ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മേടിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ആ ബൈയിങ് ഡിസിഷൻ കുറച്ചും കൂടെ എളുപ്പമാവാൻ സഹായിക്കുന്നു വിശ്വസിക്കുന്നു. Let's start the video. ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ Realme X7 ഉപയോഗിച്ചിരിക്കുന്നത് 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. Realme X7 Pro കൊടുത്തിരിക്കുന്നത് 6.55 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇനി പിക്സൽ പെർ ഇഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme X7 409 ആണ് PPI വരുന്നത്. എന്നാൽ Realme X7 Pro 402 ആണ് PPI വരുന്നത്. കാരണം അതിന്റെ സ്ക്രീൻ സൈസ് കൂടുതലാണ് കമ്പയർ ടു Realme X7. അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് Realme X7 വരുന്നത്. 120 ഹെർട്സ് ആണ് Realme X7 Pro ന്റെ റിഫ്രഷ് റേറ്റ്. അതുപോലെ തന്നെ 180 ഹെർട്സ് ആണ് ടച്ച് സാംപ്ലിംഗ് റേറ്റ് വരുന്നത് X7 ന്റെ. 240 ഹെർട്സ് ആണ് X7 Pro ന്റെ ടച്ച് സാംപ്ലിംഗ് റേറ്റ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും നോക്കുകയാണെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ വരുന്നത് X7 Pro ന്റെ ആണ് കമ്പയർ ടു X7. ഫിസിക്കൽ ഓവർവ്യൂവിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ X7 ന്റെ തിക്നെസ് എന്ന് പറയുന്നത് അറൌണ്ട് 8.3 mm ആണ്. X7 Pro ന്റെ 8.5 mm ആണ് തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് നോക്കാനാണെങ്കിൽ അറൌണ്ട് 179 ഗ്രാംസ് ആണ് X7 ന്റെ വെയിറ്റ് വരുന്നത്. 183 ഗ്രാംസ് ആണ് X7 Pro ന്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ X7 ആണ്. പക്ഷേ നിങ്ങൾക്ക് യൂസേജ് സമയത്ത് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല X7 വേഴ്സസ് X7 Pro. പിന്നെ ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X7 Pro ന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ സ്പീക്കേഴ്സ് ആണ് X7 ന് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് X7 Pro ലായിരിക്കും. ബാറ്ററിയുടെ കാര്യം നോക്കാനാണെങ്കിൽ X7 കൊടുത്തിരിക്കുന്നത് 4310 mAh ബാറ്ററിയാണ്. X7 Pro 4500 mAh ബാറ്ററിയാണ്. X7 50 വാട്ട്സ് ചാർജിംഗ് കേപ്പബിലിറ്റി ആണ് പറ്റുന്നത്. X7 Pro 65 വാട്ട്സിന്റെ ചാർജിംഗ് കേപ്പബിലിറ്റി ആണ് പറ്റുന്നത്. രണ്ട് ഫോണിലും ബോക്സിൽ വരുന്നത് 65 വാട്ട്സിന്റെ ചാർജറാണ്. പക്ഷേ അത് ഡൗൺവേർഡ് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് X7 ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ X7 ചാർജ് ആവാൻ എടുക്കുന്ന സമയം ഏകദേശം 50 മിനിറ്റും X7 Pro ചാർജ് ആവാൻ എടുക്കുന്ന സമയം ഏകദേശം 35 മിനിറ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ബെറ്റർ ചാർജർ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ X7 Pro തന്നെയാണ് നിങ്ങളുടെ ചോയ്സ്. പെർഫോമൻസിന്റെ കാര്യം നോക്കാനാണെങ്കിൽ Realme X7 കൊടുത്തിരിക്കുന്നത് Dimensity 800U ചിപ്സെറ്റ് ആണ്. X7 Pro കൊടുത്തിരിക്കുന്നത് Dimensity 1000+ ചിപ്സെറ്റ് ആണ്. രണ്ട് ചിപ്സെറ്റും 5G കേപ്പബിൾ ആണ്. അതുപോലെ തന്നെ പ്രോസസിംഗ് സ്പീഡ് നോക്കാനാണെങ്കിൽ Realme X7 ന്റെ പ്രോസസിംഗ് സ്പീഡ് അപ് ടു 2.4 GHz ആണ്. Realme X7 Pro ന്റെ പ്രോസസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് അപ് ടു 2.6 GHz ആണ്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ പ്രോസസിംഗ് വരുന്നത് Realme X7 Pro ലാണ്. ഗ്രാഫിക്സ് ചിപ്സെറ്റിന്റെ കാര്യം നോക്കാനാണെങ്കിൽ Realme X7 G57 ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Realme X7 Pro ഉപയോഗിച്ചിരിക്കുന്നത് G77 ചിപ്സെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ഗ്രാഫിക് റെൻഡറിംഗ് കിട്ടുന്നത് Realme X7 Pro ലാണ്. റാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6GB ആൻഡ് 8GB LPDDR4X റാം ആണ് X7 ഉപയോഗിച്ചിരിക്കുന്നത്. 8GB LPDDR4X റാം മാത്രമാണ് X7 Pro അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് ഫോണിലും 128GB ആണ് സ്റ്റോറേജ് വരുന്നത്. രണ്ട് ഫോണിലും Realme UI ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് Android 10 റൺ ചെയ്യുന്നത്. കണക്ടിവിറ്റിന്റെ കാര്യം നോക്കാനാണെങ്കിൽ രണ്ട് ഫോണിലും ഡ്യുവൽ 5G സിം കേപ്പബിൾ ആണ്. രണ്ട് ഫോണിലും വൈഫൈ കോളിംഗ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് 5.1 ആണ് X7 കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് 5 ടെക്നോളജിയാണ് X7 Pro കൊടുത്തിരിക്കുന്നത്. Realme X7 NFC സപ്പോർട്ട് അവൈലബിൾ അല്ല. Realme X7 Pro NFC സപ്പോർട്ട് അവൈലബിൾ ആണ്. രണ്ട് ഫോണിലും ഓഡിയോ ജാക്ക് ആയിട്ട് USB Type-C സ്ലോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Realme X7 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിലെ സാംസങ് സെൻസറോട് കൂടിയ പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ Realme X7 Pro നോക്കാനാണെങ്കിൽ 64 മെഗാ പിക്സലിന്റെ സോണി IMX686 സെൻസറോട് കൂടിയ പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു മോണോ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ ക്യാമറ കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Realme X7 Pro തന്നെയാണ്. കുറച്ചും കൂടെ ബെറ്റർ സെൻസറും വരുന്നത്, ഒരു അഡീഷണൽ 2 മെഗാ പിക്സലിന്റെ മോണോ ക്യാമറയും വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ ഡീറ്റെയിൽസ് നോക്കാനാണെങ്കിൽ Realme X7 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. Realme X7 Pro 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലും ബെറ്റർ വരുന്നത് Realme X7 Pro തന്നെയാണ്. ക്യാമറ ഫീച്ചേഴ്സ് രണ്ട് ഫോണിലും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ്. കുറച്ചും കൂടെ ബെറ്റർ AI കളർ പോർട്രേറ്റ് ഒക്കെ വരുന്നത് Realme X7 Pro ആയിരിക്കും. കാരണം ഡെഡിക്കേറ്റഡ് മോണോ ക്യാമറ ഉണ്ട് Realme X7 Pro. വേരിയൻസിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ Realme X7 രണ്ട് വേരിയൻസിൽ അവൈലബിൾ ആണ്. 6GB 128GB റാമും 8GB 128GB റാമും. 6GB 128GB റാമിന്റെ വിലയാണ് 19,999. 8GB 128GB റാമിന്റെ വിലയാണ് 21,999. ഇനി X7 Pro ഒരു വേരിയന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 8GB 128GB റാം, അതിന്റെ വിലയാണ് 29,999. അപ്പോൾ ഒരു വേർഡിക്ട് എന്ന രീതിയിൽ പറയാനാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അറൌണ്ട് 30,000 രൂപയാണെന്നുണ്ടെങ്കിൽ
എന്തുകൊണ്ടും X7 Pro ആണ് Realme X7നേക്കാളും നിങ്ങളുടെ ചോയ്സ് വരിക. കാരണം എല്ലാ ഏരിയസിലും വിന്നർ ആയിട്ട് വരുന്നത് X7 Pro തന്നെയാണ്. അല്ല നിങ്ങളുടെ ബഡ്ജറ്റ് 25,000 താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ Realme X7 ആണ് നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പാരിസൺ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് വൈ മലയാളീസിന്റെ ബാക്കി വീഡിയോകൾ കാണാൻ മറക്കാതിരിക്കുക. താങ്ക് യു.